ഹായ് എവറി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് തിരുത്തുന്ന സിനിമയുടെ കാസ്റ്റാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? മൂന്ന് പേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് സകൽ, പടിയൂരാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്. +1 പഠിക്കും. എൻ്റെ പേര് നിമിഷ, ഞാനൊരു വീട്ടമ്മയാണ്. പടിയൂരാണ് വീട്. എൻ്റെ പേര് ഹൃദ്യ, ഞാൻ +2 വിദ്യാർത്ഥിയാണ്, പടിയൂർ തന്നെ. അപ്പോൾ മൂന്നുപേരും പടിയൂരിൽ നിന്നാണ് നാട്ടിൽ നിന്ന് വരികയാണ്. അതിനൊരു വലിയ ഹൈലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ തിരുത്തുന്ന സിനിമയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ജോഷി ചേട്ടൻ്റെ ഒരു ആശയമായിരുന്നു ഇത്. അപ്പം ഒരു നാടിൻ്റെ മൊത്തം ഒരു സ്വപ്നമായ ഒരു സിനിമയാണ്. അപ്പം ജോഷി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു താല്പര്യത്തോടെയാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ക്യാരക്ടർ ജോഷി ചേട്ടൻ്റെ വൈഫായിട്ടാണ്. അന്നമ്മ എന്നാണ് പേര്. നല്ല ക്യാരക്ടറാണ്. നന്നായി അഭിനയിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ പോകുന്നു. ഹൃദ്യയുടെ ക്യാരക്ടർ ഒരു കരാട്ടെ ടീച്ചറായിട്ടാണ്. ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് വെക്കേഷൻ മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ കരാട്ടയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ജോഷേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. ഞാനൊരു സാധാരണ ഒരു പെൺകുട്ടിയായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഒരു നാടിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു നാടിൻ്റെ മൊത്തം ഒരു സ്വപ്നമാണ്. കുറേ പുതിയ കലാകാരന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട് എല്ലാവർക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു ഹൗസ് വൈഫും കൂടെയാണല്ലോ, അപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ? പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. പിന്നെ സന്തോഷമുണ്ട് അഭിനയിക്കാൻ പറ്റിയതിലും. സിനിമയാകുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഒരു ബിഗ് സ്ക്രീനിൽ വരാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു ആഗ്രഹമല്ലേ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഹൃദയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എത്തിപ്പെട്ട ഒരു ക്യാരക്ടറും ഒരു സിനിമ അങ്ങനത്തെ ഒന്നും ഇതുവരെ ചിന്ത ആ ഒരു തരത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഹൃദയനെങ്കിലും ചെറുപ്പം മുതലേ കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അവസരം കിട്ടുന്നതും കരാട്ടെ ടീച്ചറായിട്ട്, അപ്പോൾ ആ ഒരു കാസ്റ്റിങ് ഭയങ്കര സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ആപ്റ്റായിട്ട് ഒരു ക്യാരക്ടറിനെ കിട്ടിയെന്നുള്ളത്. കരാട്ടെ ആയതുകൊണ്ട് അത് പഠിച്ചതായതുകൊണ്ട് അഭിനയത്തിനേക്കാളും കൂടുതൽ കരാട്ടക്കാണ് എൻ്റെ ക്യാരക്ടറിന് പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ഒരു നിങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് മൂവിയല്ലേ? ലൈക്ക് അഭിനയം എന്നുള്ള രീതിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെ സ്ട്രഗിൾസ് ആയിരുന്നു ഒരു ക്യാരക്ടർ? ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിലൊക്കെ ആവണമെങ്കിലും ഇപ്പം ഹൃദ്യക്ക് എന്താണ്, ഓൾറെഡി അറിയുന്ന ഒരു കാര്യം തന്നെ ഹൃദ്യയുടെ ക്യാരക്ടർ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എനിക്ക് പിന്നെ വീട്ടമ്മ എന്നൊരു റോളാണ് എനിക്ക് തന്നത്. അപ്പം പിന്നെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു സിമ്പിളായിട്ട് തോന്നി. പിന്നെ ജോഷിച്ചൻ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അന്നേരമൊക്കെ എനിക്ക് നല്ലൊരു പേടിയും വെപ്രാളവും ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി കൂളായിട്ട് ഉള്ളൊരു ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം ജോഷി ചേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ജോഷി ചേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഒരു നല്ലൊരു രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പം ഞാൻ പോസ്റ്ററിൽ ഞാൻ മറ്റേ കരാട്ടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പോലെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൃദ്യ ഈ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കരാട്ടെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലോട്ട് എങ്ങനെ വന്നത്? അത് ചെറുപ്പം തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കണം, ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള അത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു സമയത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഇതിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറേ വർഷം. ഇപ്പം എത്രാമത്തെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതേപോലെ ഒരു മാർഷൽ ആർട്സ് പഠിക്കണം എന്നൊക്കെ? എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പൊതുവെ പറയല്ലോ ഡിഫൻസിന് നല്ലതാന്നൊക്കെ. ട്രൈ ചെയ്യുന്നുണ്ട്? ചെയ്യാം, ഇനി ടൈം ഉണ്ടല്ലോ അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാർഷൽ ആർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസൊക്കെ വരാറുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് വിമന് ഡിഫെൻസാണ് മാർഷൽ ആർട്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? ഏറ്റവും കൂടുതൽ പറയാനും പറ്റുന്ന ഹൃദയൊക്കെയാണ്. തീർച്ചയായിട്ടും നല്ല ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഒരാളെ എതിർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്
വലിയൊരു കാര്യമല്ലേ, അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനോധൈര്യം വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതേ, കോൺഫിഡൻസ് കിട്ടും ഒരു പരിധി വരെ.